രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 21 വാക്യവേ. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിറഞ്ഞവളായി ഞാൻ പോയി, യഹോവ എന്നെ ഒഴിഞ്ഞവളാക്കി. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞവരായിട്ട് നിങ്ങൾ വന്നേക്കുന്നത്. അതിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്, ഈ ജനം അങ്ങയുടേത്. ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി. പരസ്പരം കരം കൊടുത്തു പറഞ്ഞേ, നമ്മളിന്ന് നിറയാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ നിറയാൻ പോകുക അഭിഷേകത്തിന്റെ ശക്തിയാൽ. ഇന്ന് എന്റെ മേ വെച്ചിട്ട് സകല ദുഃഖവും ആത്മാവിന്റെ പുഷ്ടി നിമിത്തം തകരും. ഹല്ലേലൂയ. ആമേൻ. ശകര സതാനദിയ. ഹല്ലേലൂയ. നിറയപ്പെട്ട അനുഭവം ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യത്തിൽ യേശുവിനെ അറിഞ്ഞത്, നമ്മുടെ ഒഴിഞ്ഞു കിടന്ന അനുഭവം. ഏത് വിഷയമായാണോ നീ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടത്, അതിന്ന് പകൽക്കാലം നിറയാൻ പോവാ. നിറയുന്നതിനൊരു കണ്ടീഷനുണ്ട്. നമ്മൾ എപ്പോഴും ദൈവസന്നിധി, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നറിയാമോ? കർത്താവേ, ഞാൻ ഒന്നുമല്ല എന്ന്. പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് വേണ്ട. കാനാവിലെ കല്യാണ വീട്ടിൽ നോക്കിയാൽ വളരെ ഉത്സവമാണ് ആ വിവാഹം. അവിടെ 5 നാൾ, ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന വളരെ വലിയ, നമ്മുടെ ഇവിടുത്തെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട് കേരളത്തിൽ. എന്നിരുന്നാലും കാനാവിലെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ആഡംബരത്തോടു കൂടിയുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ ആ വീഞ്ഞെന്ന് പറഞ്ഞ അവർക്കൊരു വൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു കല്യാണ വിരുന്നിന് ഒരുക്കിയിട്ടുള്ള, നമ്മളിപ്പം കല്യാണത്തിൽ കയറുമ്പോൾ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ അവരുടെ ഏറ്റവും വലിയൊരു ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഗതിയാണ് വൈന്. ആ വൈനിൻ്റെ പാത്രങ്ങളൊക്കെ മനോഹരമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിനകത്ത് അതിനകത്തെല്ലാം തീർന്നു പോയി. തമ്പുരാൻ വീണ്ടും അതെടുത്തോണ്ടാന്നോ പറഞ്ഞത്? അല്ല, ആർക്കും വേണ്ടാതെ, ആർക്കും വേണ്ടാതെ, ആർക്കും വേണ്ടാതെ മാറിക്കിടുന്ന കൽപാത്രത്തെ നോക്കി യേശു പറഞ്ഞെന്താ? നിറപ്പി. ഹല്ലേലൂയ. റഖമ ശതരതനത്യ റഖമ റബബബ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവം പറയുന്നു, നീ നിറയാൻ പോകുക. നിന്റെ കുടുംബം, നിന്റെ തലമുറ, ഭൗതിക മണ്ഡലം, നിന്റെ ആരോഗ്യം, എവിടെ നീ നുറുങ്ങിയോ, എവിടെ നീ ഒഴിഞ്ഞോ, അവിടെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ അത്യന്ത ശക്തി. ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയുവാനില്ല. ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പം അറിയാതെ എൻ്റെ ഉള്ളിൽ ചെറിയ ഇതൊക്കെ വരും. അപ്പം ഞാൻ ചെറിയ എന്നെ തന്നെ ഉള്ളൂ, ശാലു നീ ഒന്നുമല്ല, വന്ന വഴി മറക്കരുത്. പരസ്പരം കരം ഒന്ന് കൊടുത്തു പറഞ്ഞേ, വന്ന വഴി മറക്കരുത്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ തയ്യാറാണ്. ദൈവത്തിന് ഇഷ്ടമല്ല പൊങ്ങച്ചോ ഇതൊന്നും. ദൈവസന്നിധി താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തെ താണിരിപ്പിൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താണിരിപ്പാൻ മനസ്സുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തക്ക സമയമുണ്ട്. റമധുര ശങ്കരാദിയ നമ്മളൊരു എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. ആ സമയം വന്നില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും. പിറുപിറുക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. പിറുപിറുക്കുന്ന ജനത്തെ ദൈവത്തിന് വേണ്ട. വിളിക്കപ്പെട്ടവര് അനേകര്, തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കം. ഞാനും നീയും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണെങ്കിൽ
വേണ്ട. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലമാ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ എന്ത് ചെയ്തെന്നല്ല, നമ്മൾ അവൻ എന്തു വേണ്ടി. നമ്മൾ ഇത്രയും നാൾ നടത്തിയില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ വന്നു, എന്തെല്ലാം ഞെരുക്കങ്ങൾ കൂടി വന്നു, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നു. പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം പിറുപിറുപ്പ് മാറ്റി. ഹല്ലേലൂയ. നന്ദിയുള്ളൊരു ഹൃദയം. ഞാൻ ഒന്നുമില്ല ദൈവമേ, ഞാൻ ഏതുമില്ല ദൈവമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ പറയാനുണ്ട്, കർത്താവേ, ഒരു കാലത്ത് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പറയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നൊരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനുഭവം ഇല്ലാത്തൊരാരെങ്കിലും ഉണ്ടോ? ചിലർ പറയും, പണ്ട് ഭയങ്കര ബിസിനസ്സായിരുന്നു, എല്ലാം പൊട്ടി. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നൊരു അനുഭവമുണ്ട്. ഈ പുസ്തകത്തിൽ ഇപ്പം ഇത് പറയുന്നത് ആരാന്നറിയോ? നവോമി പറയുന്നതാ. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം. ആ സന്തോഷമുള്ളവള് പറയുക, ഞാൻ നിറഞ്ഞു നിന്നൊരിക്കൽ ഇപ്പൊ ഒന്നുമില്ലാത്തവളായി. പലപ്പോഴും ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, തലമുറയുടെ വിഷയത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം നോക്കി പറയുക, ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തിന് ദൈവ സമീപസ്ഥനായി വരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള ഒരു മനസ്സ്. അതിൻ്റെ തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നവോമിയെ കാണുമ്പോൾ അവിടെ ഉള്ളവർ പറയും, നവോമിയെ വിളിക്കുമ്പോൾ പറയും, എന്നെ വിളിക്കല്ല, ഞാൻ മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പായവൾ. സന്തോഷം നിറഞ്ഞ അവളുടെ ജീവിതം കയ്പായി. അതറിയണമെങ്കിൽ രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 1 വാക്യം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് പ്രദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഓക്കേ, ഹല്ലേലൂയ. യഹൂദ ദേശം, അവിടെ സന്തോഷമായ ഒരു നല്ല ജീവിതം നയിക്കുമായിരുന്നു നവോമി കുടുംബവും. അവിടെ ബേത്ലഹേമിലുള്ള യഹൂദയിലെ ബേത്ലഹേമിലായിരുന്നു അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. യഹൂദ സ്തുതിക്കുന്ന സ്ഥലം ബേത്ലഹേം, അപ്പത്തിൻ്റെ ഭവനം. അപ്പത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം പറയും. നമ്മൾ കേരളക്കാരാണല്ലോ, നമ്മൾ ആശ്രയിക്കുന്ന ആന്ധ്ര, കർണാടക, തമിഴ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാം, നമ്മൾ അവരെ ആശ്രയിച്ച് നിൽക്കുക. അവരെന്തെങ്കിലും ഒന്ന് മുടക്കിപ്പോയാൽ നമ്മൾ മുഴു പട്ടിണി. ഓർത്തിട്ടുണ്ടോ? ശരിക്കും കൾട്ടിവേഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ ഈ 3. കേരളം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ കനാൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ യഹൂദയിൽ അവിടെ അപ്പത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ഒരു ദേശമായിരുന്നു. എന്തൊരു കോമ്പിനേഷൻ അല്ലേ? പാല്, തേന്, സമ്പൂർണ്ണ ആഹാരം. പാല്, തേൻ, എന്തെല്ലാം വൈറ്റമിൻസ് ഉള്ള. അതുപോലെ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച ദേശം. പെട്ടെന്ന് അവിടെ ക്ഷാമം വന്നു. ഹല്ലേലൂയ. നീ ആത്മജീവിതത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ക്ഷാമം വന്നാൽ, ഞാൻ ഉഡായിപ്പ് രീതിയിലുള്ളതല്ല, പക്ക ദൈവത്തെ വിളിച്ച്, ദൈവം പലപ്പോഴും നമ്മുടെ കുഴപ്പം എന്തെന്നറിയോ? ദൈവം പറഞ്ഞത് അനുസരിക്കത്തില്ല. ദൈവം ചെയ്യില്ലെന്ന് പറയുന്നത് ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണോ? ഒന്ന് കരം കൊടുത്തു ചോദിച്ചേ. ദൈവം പറഞ്ഞത് ചെയ്യണം. ചെയ്യല്ലെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയന. പക്ഷെ നമ്മൾ അതിലോട്ട് പോകണം. ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ നമ്മളെ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിലാകണമെങ്കിൽ നമ്മളായേ പറ്റൂ, അവനെ പോലായിത്തീരുവാൻ. റാമശതുരസ്യ. അപ്പം നമുക്ക് ബേത്ലഹേമിലേക്ക് വരാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചു, അവർ പറയും, ഞാൻ ഇത്ര വർഷം ഇറങ്ങി തിരിച്ചു, എനിക്ക് പണ്ട് ഞാൻ ഉപവസിക്കും, ദൈവസഭയ്ക്ക് കൊടുത്തു, അങ്ങനെ ഇങ്ങനെ, പക്ഷെ എനിക്ക് ശൂന്യമാണ്. ദൈവത്തെ വാസ്തവമായി അന്വേഷിച്ചിറങ്ങിയ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശൂന്യത വന്നാൽ അത് പരിഹരിക്കാൻ കെൽപ്പുള്ളൊരു ദൈവമാണ്. ഹല്ലേലൂയ.
ഇതിൽ വേറൊരു കഥാപാത്രമുണ്ട്, രൂത്ത്, ഒരു മോവാബ്യ സ്ത്രീ. പക്ഷേ അവൾ അവനെ അന്വേഷിച്ചു വന്നു. ദൈവം അവൾക്ക് അവളൊരു ഇടം കൊടുത്തു. നമ്മുടെ ദാവീദ് രാജാവിൻ്റെ മുതുമുത്തക്ഷി, ചരിത്ര പുരുഷന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ എഴുതി ചേർത്ത 2 അധ്യായങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകവും എസ്തറിൻ്റെ പുസ്തകവും. ഹല്ലേലൂയ. ഇപ്പോഴാ സ്ത്രീകൾക്കൊക്കെ ഇവിടെ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബൈബിൾ 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന അധ്യായവാ, ജീവിക്കുന്ന സാക്ഷിയല്ലേ. ഹല്ലേലൂയ. പക്ഷെ നവോമി ഉണ്ടല്ലോ, നടത്തിയ വഴിയൊന്നും ഓർത്തില്ല. അവൾ അവിടെ നിന്ന് ക്ഷാമം കൊണ്ടപ്പോൾ മോവാബിലേക്കൊരു നോട്ടം. ഹല്ലേലൂയ. അതെൻ്റെ ഒരു ഇമാജിനാ. ബേത്ലഹേമിലെ വീട്ടിൽ അപ്പത്തൻ്റെ ഭവനത്തിൽ നിന്ന് വാതിലൊക്കെ തുറന്നു നോക്കിയപ്പോൾ മോവാബി ഭയങ്കര പച്ചിപ്പ്. ഹല്ലേലൂയ. പലപ്പോഴും പച്ചിപ്പ് തേടി പോകുന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം. മോവാബ് എന്ന വാക്കിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ട ദേശം. അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഫാമിലിയായിട്ട് ശപിക്കപ്പെട്ട ദേശത്തിലേക്ക് പോയി. റാധാനിയാഥന. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വന്നാൽ ദൈവസന്നി മുട്ടുമടക്കണം. റാധാനിയാഥന. ശബനാദിയ. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം വായിച്ചേ. ഓസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബിനെ പറ്റി പറഞ്ഞേക്കുന്ന 4 ക്വാളിഫിക്കേഷനാണ്. നിഷ്കളങ്കൻ, യഹോവ ഭക്തൻ, നേരുള്ളവൻ, ദൈവം ദോഷം വിട്ടകന്നവൻ. ഇത്രയും പെർഫെക്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ നിന്ന മണ്ണ് വരെ ഒലിച്ചു പോയെന്ന് പറയാം. തൻ്റെ 10 പുത്രന്മാർ, തൻ്റെ മൃഗസമ്പത്ത്, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ, യഹോവ ഭക്തൻ, പാപം ചെയ്യാത്ത ഒരു നിഷ്കളങ്ക മനുഷ്യൻ. ഹല്ലേലൂയ. അതുപോലുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം, ശരീരം പോലും വ്രണം കൊണ്ട്, അവസാനം വൈഫ് വരെ പറഞ്ഞു ദൈവത്തെ തള്ളിക്കളഞ്ഞ് നിനക്ക് പോയി ചത്തുകൂടേന്ന്. ആ 1 അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോക്ഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇതുകൊണ്ടൊന്നും ഇയ്യോബ് പാപം ചെയ്യുവോ ദൈവത്തിന് വിരോധമായി ഒരു ദോഷം ചെയ്തില്ല. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്നെ ഒരുക്കിയെടുക്കുവാനാ. ഹല്ലേലൂയ. ഇയ്യോബ് പറഞ്ഞു കേട്ടോ, ഇതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു ദോഷവും ചെയ്യത്തില്ല, ഒരു പാപവും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ശത്രുക്ക് മേശക്ക് പറഞ്ഞതുപോലെ വിടുവിച്ചാലും വിടുവിച്ചില്ലാലും ഈ ദൈവം മതി. ഹല്ലേലൂയ. കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, നിന്റെ കൃപ എനിക്ക് മതിയപ്പാ, നിന്റെ സാന്നിധ്യം മതിയപ്പാ, നിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് അസ്വസ്ഥത മതിയപ്പാ. ഹല്ലേലൂയ. നവോമി ഓർക്കാമായിരുന്നു. പിതാക്കന്മാർ നമ്മുടെ അതിൻ്റെ മുമ്പിലോട്ട് പോയാൽ ഒരു വിക്കനായ സാധാ മനുഷ്യൻ, നമ്മളെപ്പോലൊക്കെ, ആർക്കും വേണ്ടാതെ, ആരാലും. പക്ഷെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ത് വലുതാണ്. എൻ്റെ കരം ഒന്ന് കൊടുത്തു പറഞ്ഞേ. ഒരു യോഗ്യതയില്ലാത്ത എന്നെ നിന്നെയല്ലേ ദൈവം തെരഞ്ഞെടുത്തേ, ആർക്കും വേണ്ടാത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിക്കനായ മനുഷ്യന്റെ മേൽ അഭിഷേകം വീണപ്പോൾ 30 ലക്ഷത്തിൽ പരം ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. പറഞ്ഞ അഭിഷേകം എന്റെ മേൽ വീണാൽ ഞാൻ ആള് മാറും. ഹല്ലേലൂയ. ആ 30 ലക്ഷത്തെ നടക്കാൻ അപ്പൊ എന്തുവായിരിക്കും അഭിഷേകം? വിക്കൊക്കെ എവിടെ പോയി? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് ആ യാത്രയിലൊക്കെ മോവാബിയർ ഇവരെ ശല്യം ചെയ്യുന്ന ഒരു ശത്രുവായിരുന്നു. അവിടെയൊക്കെ മോശ തൻ്റെ ജനത്തെ നയിച്ചു. അടുത്ത ഘട്ടത്തിലേക്ക് യോശുവയിലേക്കായി.
യോശുവാൻ്റെ കാലഘട്ടമായപ്പോഴത്തേക്ക് ജനം പെരുകി, നന്മകളാൽ നിറഞ്ഞു. മൃഗസമ്പത്തി, അവരുടെ ഏറ്റവും വലിയ കൾട്ടിവേഷൻ കൃഷിയും ആടും മാടും ഒക്കെ ആയിട്ട്. അങ്ങനെ ദൈവം കനാനിനെ, യഹൂദ, ബേത്ലഹേം, അവിടെ മൊത്തം ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നിഗളികളോടെ യഹോവ എതിർത്ത് നിൽക്കും. ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ദൈവമേ എന്ത് തന്നാലും, നീ എത്രത്തോളം എന്നെ ഉയർത്തിയാലും, ഹല്ലേലൂയ, റഖമശദനാദിയ, കർത്താവേ ഒരു നല്ല ഹൃദയം. പലപ്പോഴും നവമി അത് ഓർത്തില്ല. ഒന്നിനും ഒരു പഞ്ഞവുമില്ലാതെ വന്നപ്പോൾ, പെട്ടെന്നൊരു ക്ഷാമം വന്നപ്പോൾ, വന്ന വഴിയോ നടത്തിയ ദൈവമോ താനായിരിക്കുന്ന ഭവനത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ ഒന്നും നോക്കാതെ ഒരു പച്ചപ്പിനായിട്ട് ഓടിപ്പോയി. തൻ്റെ ക്ഷാമം തീർക്കാനുള്ള വക എവിടെയുണ്ട്? മോവാബിലുണ്ട്. കുടുംബമായി അവിടെ പോയി. അവിടെ പോയപ്പം തൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടു, 2 മക്കൾ അവിടുന്ന് വിജാതീയരായ സ്ത്രീകളെ വിവാഹം കഴിച്ച് ആ 2 പുത്രന്മാരെ നഷ്ടപ്പെട്ടു. ശരിക്കും ആ ദേശത്തിൻ്റെ ശാപം പോലെ അവരുടെ ജീവിതത്തിനകത്തു കയ്പ് നിറയപ്പെട്ടു. ഹല്ലേലൂയ. നമുക്ക് ആർക്കെങ്കിലും കയ്പ് ഇഷ്ടമാണോ? നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ കയ്പ് കുടിക്കുന്നതാ ഷുഗറുകാർക്ക് അല്ലേ? ഇപ്പം എനിക്ക് അറിയത്തില്ല, ഒരു കാലഘട്ടത്തിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വെറും വയറ്റിലൊക്കെ ഇഷ്ടമുണ്ടായിട്ടാണോ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പാവയ്ക്ക ജ്യൂസ് നല്ലതാണെന്ന് പറഞ്ഞ് കുടിക്കുന്നവരുണ്ട്. അതുപോലെ ഒരു കയ്പ് നിറഞ്ഞ അനുഭവം. ഹല്ലേലൂയ. മധുരമായിരുന്ന നല്ല ജീവിതത്തിനകത്ത് പറ, ആത്മീയ ജീവിതം ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല, സമ്മതിക്കത്തില്ല ദൈവം. നിന്റെ കപ്പാസിറ്റി എൻ്റെ അപ്പനറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. അതിനനുസരിച്ച് വേദന തരും. നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി നമ്മളൊരു മനോഹരമായ ഒരു എന്തെങ്കിലും ഒരു സ്വർണ്ണമോ എന്തെങ്കിലും കൊണ്ട് വിൽക്കാൻ ചെന്നാൽ അവർ നമ്മളെയും വിളിച്ചുകൊണ്ട് ആ ഒരു റൂമിൽ പോയിട്ട് അത് അടിച്ച് പരത്തി അതിലെ കല്ലും കളഞ്ഞ്, അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അടിച്ച് പരത്തി ഒന്നിനും കൊള്ളാത്തൊരു രൂപമാക്കും. നിന്നെ എന്നെയും ദൈവം പൊന്നാക്കാനാ. ഒരു പാട്ടുണ്ട്, കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണീരിലും തകർന്നിടല്ലേ, ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ. അഥനാ ശകനാദിയാന. ജോലി ഇല്ലാത്തതും നന്മയ്ക്കാ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും, വിസ വൈകിയാലും അതിനകത്ത് ഒരു പദ്ധതിയുണ്ട്. മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം, ഹല്ലേലൂയ, ഇയ്യോബിനെ പോലെ കഷ്ടത അനുഭവിച്ചൊരു മനുഷ്യനില്ല. എന്ത് വന്നാലും ഹല്ലേലൂയ. പക്ഷെ നവോമി അതൊന്നും ഓർക്കാതെ പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു. ഇന്നും മോവാബ് പോലെ ലോകത്തിൻ്റെ പലതും നമ്മളെ മാടി വിളിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവയം ഏതാണെന്നറിയോ? ആർക്കെങ്കിലും പറയോ? നമ്മുടെ കണ്ണ് അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, എത്രാം വായിക്കാനൊന്നും ഓർക്കുന്നില്ല, ഫലം ഭംഗിയുള്ളത്, നല്ല ടേസ്റ്റി സാധനം, 3-ാം അധ്യായമല്ലേ ഒന്ന് വായിച്ചത്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ സ്ത്രീ കണ്ടു. കാണാൻ ഭംഗി, നല്ല ടേസ്റ്റ്, അത് തിന്നാൽ നന്മ പ്രാപിക്കും, അറിവ് പ്രാപിക്കും. ഹല്ലേലൂയ. പലപ്പോഴും അന്ന് തൊട്ടേ നമ്മളെ തകർത്ത് കളയാൻ പിശാച് വെച്ചിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അകത്തെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നാൽ ഒരു ദൈവപൈതലിന് ഈ ദുഷ്ടലോകത്ത് ഒരു വല്ലാത്ത കാലഘട്ടമാണ്. മോവാബ് ദേശം പോലെ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയനാരാ അനാത്മീകനാരാ ഒന്നും നമ്മൾ ആരെയും വിധിക്കണ്ട. ഹല്ലേലൂയ. വിധി അവങ്കിൽ നിന്ന് പുറപ്പെടുന്ന സമയമായി. ഹല്ലേലൂയ. എനിക്ക് നിനക്കൊക്കെ ദൈവം ഓരോ റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്. എനിക്ക് തന്ന റൂട്ട് മാപ്പ് അല്ല ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്. എന്നെ വിളിച്ച വിളിയല്ല ദൈവദാസനുള്ളത്. പലരെയും ദൈവം വിളിച്ചൊരു വിളിയുണ്ട്. നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട്.
നമ്മളൊരു ട്രാക്കിലോടി ചിലരോർക്കും പാപം ചെയ്താൽ മാത്രമേ ദൈവസന്നിധി അല്ല. പാപവും ഭാരവും വിട്ട പരമവിളിയുടെ ലാക്കിലേക്ക് തുടങ്ങി. എൻ്റെ നിൻ്റെ ട്രാക്ക്. നമ്മൾ ഒരു ഓട്ട മത്സരത്തിൽ പോകുമ്പം നമ്മൾ അതിനൊരു ഇങ്ങനെ നിൽക്കും, ആഞ്ഞാഞ്ഞ് നിൽക്കും. അപ്പോൾ അവിടുന്ന് റെഡി 1 2 3 നമ്മൾ അപ്പം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ട്രാക്ക് അവിടെ ചെല്ലണം. അവരൊരു ടേണിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേണിംഗ് പോയിന്റാ. വന്നാൽ അങ്ങ് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. ഇത് 2 ഓഫർ നമ്മുടെ മുമ്പിലാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ. പക്ഷെ ആ ഓട്ടം ഓടണമെങ്കിൽ കയ്യിൽ ഞാൻ 1 കിലോ പിന്നെ ഭാരവും 1 കിലോ രോഗവും പിടിച്ചിട്ട് ഓടുവാണെങ്കിൽ എൻ്റെ ട്രാക്ക് ഞാൻ പകുതി വഴിക്ക് വീഴും. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും കറക്റ്റാണോ എന്ന് ഒരു നിമിഷം നമ്മളെ പരിശോധിക്കണം. നമ്മൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഒഴുകിപ്പോവാൻ ഇടയുള്ള കാലവാ. ഹല്ലേലൂയ. ഒഴുകിക്കളയാൻ ചിലപ്പോൾ രോഗം വരാം, പ്രശ്നങ്ങൾ വരാം, കടബാധിതത വരാം, തലമുറകളുടെ വിഷയം വരാം, ബിസിനസ്സിൽ വല്ല പ്രശ്നങ്ങൾ വരാം, കുടുംബത്തിനകത്ത് പ്രശ്നം വരാം. എന്ത് വന്നാലും ഓരോ കമ്പനിയുടെ ജോലിക്കാരാകുമ്പം ആ കമ്പനി നമുക്ക് ഓരോ ഓഫേഴ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ കമ്പനി പൊട്ടാത്ത ഒരു കമ്പനിയിലെ ആൾക്കാരാണ് നമ്മൾ ആ ദൈവത്തെ സേവിക്കുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും അവരുടേതായി പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ, ഓരോരുത്തർക്കും ഓരോ ഓഫേഴ്സ് കൊടുക്കുമ്പോൾ, നമുക്ക് തന്നിട്ടുള്ള ആ സൗജന്യമായി തന്ന രക്ഷ എത്ര വലിയതാ. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം. ഈ ദിവസങ്ങൾ എന്നെ ബലപ്പെടുത്തിയ ഒരു വചനമാണ്. ഒഴിഞ്ഞവളായി പോയി, പക്ഷെ ദൈവം നിറയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ മനസ്സുണ്ടോ? പിറുപിറുപ്പ് മാറ്റി, നിരാശകൾ മാറ്റി, ഇത് പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ, സകല ചിന്താകുലങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവൻ പുലർത്താൻ ശക്തനല്ലേ? ഹല്ലേലൂയ. മനുഷ്യർ പല ലിമിറ്റേഷൻസ് പറയും അല്ലേ? മനുഷ്യനാണെങ്കിൽ എല്ലാം ദൈവത്തിന് വാക്കൊന്നേ ഉള്ളൂ. ഊവെങ്കിൽ ലൂവ്, ഇല്ല എങ്കിൽ. ഹല്ലേലൂയ. നരക്കുവോളം നമ്മളെ ചുമക്കുന്ന ഒരു ദൈവമാണ്. ഇതുപോലെ നമുക്ക് ലൈഫ് ലോങ് വാലിഡിറ്റിയാ. നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ അത് 1 ഇയർ വാലിഡിറ്റിയാ. അതുപോലെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും ഭയങ്കര. അപ്പം നമ്മൾ എന്തോ രസമുണ്ട്, പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നു, പെട്ടെന്ന് വഴി തുറക്കുന്നു, എന്തൊക്കെ അത്ഭുതങ്ങളാ. കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് എന്നെ വേണ്ടായോ? പക്ഷെ നമുക്ക് ആ ഒരു സാധനം തരുമ്പോൾ അവർ പറയും 6 മാസം ആകുമ്പോൾ ഇതൊന്ന് സർവീസ് ചെയ്യണം. അത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ വീട്ടിൽ ഒരു സാധനം സർവീസ് ചെയ്തില്ല, കുറച്ച് കഴിയുമ്പോൾ കേടി വരും. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം സ്വയം പരിശോധന. മറ്റുള്ളവർ പരിശോധിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് അവരോട് വെറുപ്പാവും, ദേഷ്യമാകും, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മളെ സ്വയം ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലപ്പോഴും ഒക്കെ നമ്മൾ സർവീസ് ചെയ്യണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെ ഒന്ന് സർവീസ് ചെയ്യാൻ നമ്മളെ അങ്ങനെ ആത്മീയ പുതുക്കമുള്ളവരായി, ഒരു ആത്മീയ അപ്ഡേഷൻ ഉള്ളവരായി നമ്മൾ മുമ്പോട്ട് പോകുവാണെങ്കിൽ നിന്റെ ഓട്ടം കറക്റ്റ് ട്രാക്കിലാണ്. ഹല്ലേലൂയ. ആ ട്രാക്കിനകത്ത് എന്ത് പ്രശ്നം വന്നാലും തൻ്റെ ബലമുള്ള കരം കൊണ്ട് താങ്ങാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇനി പ്രശ്നങ്ങൾ ഇപ്പം വചനം കേട്ടൊക്കെ നമുക്കൊരു ബലവാ അല്ലേ? ബലൂൺ പോലെ നമ്മളിവിടെ കേട്ട് എല്ലാം കൂതി നിറപ്പിച്ച് അങ്ങോട്ട് ഊതി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാ നമ്മൾ എത്രത്തോളം ആത്മീയമായി ബലപ്പെട്ടു പോവാൻ നോക്കുമ്പോൾ അത്രത്തോളം നമ്മളെ പുറകോട്ട് വലിക്കുന്നതാ. കാട്ടൊലുവായ നമ്മെ ക്രിസ്തുവാകുന്ന നല്ല ഒലിവിനോടൊട്ടിച്ചു. ആ ഒട്ടി അല്ലേ? ബഡിങ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ബഡിങ് കറക്റ്റ് ആവുമോ? ക്രിസ്തുവിന് നമ്മളെയും കൂടെ ഒട്ടിച്ചു വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് കറക്ഷൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ.
നവോമി അന്ന് അവിടെ മുട്ടുമടക്കിയായിരുന്നെങ്കിൽ അപ്പത്തിൻ്റെ ഭവനത്തിനകത്തെ ക്ഷാമം ദൈവം തീർത്തേനെ. ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. നമ്മളോട് ഓരോരുത്തരോടും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. പുതിയതായി വന്നവരോടും പറയുന്നു, നിങ്ങൾക്കും വാഗ്ദത്തം ദൈവം തരും. ആരെ നേരോട് അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അവനെ അന്വേഷിക്കുന്നവര് കണ്ടെത്തുമെന്ന ദൈവവചനം. ഇന്ന് കണ്ടെത്താൻ വന്നവരോടും ദൈവം പറയുന്നു, ദൈവം ഒരു നാൾ നിന്നെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. മനുഷ്യരും കുടുംബവും ഒക്കെ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഹീനമായതിനെ ചേർത്ത് നിൽക്കുന്ന ദൈവം, ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ആത്മാവിൻ്റെ നിറവില് ഹല്ലേലൂയ ഞാനും നീയുമായിരിക്കാൻ തയ്യാറാണോ? നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ വരും. ഇന്ന് തൊട്ട് ദൈവഹിതമില്ലാത്ത ഞാനങ്ങ് പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞേ. ഞാൻ എന്ന് രാവിലെ എണീച്ച് എൻ്റെ കട്ടിലയിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. രാവിലെ ഇവരെ സ്കൂളിൽ വിടണം. അപ്പം അങ്ങനെ ഒത്തിരി സമയം എടുക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഇവരോടും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, സെൻസ് ഓർഗൻസ്, കർത്താവേ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. കർത്താവേ, എവിടെയും കർത്താവേ, നീ ഇല്ലാത്തൊരു ജീവിതമോ നീ ഇല്ലാത്ത സ്ഥാനങ്ങളോ മാനം ഒന്നും വേണ്ടപ്പാ, നല്ലൊരു നിത്യത പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ഭയങ്കര ശുശ്രൂഷ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട്, നീ മനസ്സിലൊരു ഓപ്ഷൻ, 2 ഓപ്ഷനകത്താ ദൈവം നിനക്ക് തരുന്നത്. പക്ഷെ നീ മനസ്സിൽ വെക്കുന്നത് നിനക്കൊരു നാശത്തിനാണ്. നീ ദൈവസനെ സമർപ്പിക്കുവാണെങ്കിൽ ഇടുക്കും ഞെരുക്കമുള്ള വഴിയാണെങ്കിൽ നിനക്കൊരു വിശാലതയുണ്ട്. നീ മുട്ടുമടക്കി സമർപ്പിക്കാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ അന്ന് എനിക്കറിയത്തില്ല, ഞാൻ സമർപ്പിച്ചു, ഞാൻ വലുതായി കരഞ്ഞത് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. ശരിക്കും ജീവിതത്തിനകത്ത് ഒറ്റപ്പെടുന്നത് നല്ലതാ. ഹല്ലേലൂയ. കരം കൊടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പെടൽ നല്ലതാ. ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ എന്ന് സന്തോഷമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവോ? ഇന്നിവിടെ വന്ന എല്ലാവരും നല്ല ഇതായിരുന്നെങ്കിൽ, സന്തോഷം മാത്രമായിരുന്നെങ്കിൽ നമ്മൾ വേറെ വല്ല കാര്യത്തിനൊക്കെ പോയേനെ. ഒറ്റപ്പെടൽ ജീവിതത്തിൽ നല്ലതാ. കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയാമായിരുന്നു, കർത്താവേ, ഞാൻ നിന്റെ മാറോട് ചേർന്നിരുന്നതല്ലേ, എന്നിട്ട് നീ എനിക്ക് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടത്? ആ ഏകാന്തതയ്ക്കകത്ത് ദൈവത്തിന് ഹൃദ്യമായി സംസാരിക്കാൻ, മരുഭൂമിയുടെ അനുഭവം ജീവിതത്തിൽ വരുന്നുവെങ്കിൽ ഹൃദ്യമായി നിന്നോട് സംസാരിക്കാൻ നിന്റെ കൈപ്പായിരിക്കുന്ന ജീവിതത്തിനകത്ത് മാധുര്യമായതെന്തോ സംസാരിപ്പാ. നിന്റെ ക്ഷേമകാലത്ത് നിന്നെ ക്ഷേമമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അവന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മാനുഷിക ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാ പലപ്പോഴും 2 ശബ്ദങ്ങൾ നമ്മളോട് സംസാരിക്കും. നമ്മുടെ അകത്ത് ദൈവം നമ്മുടെ മൺകൂടാരത്തിൽ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. എത്ര പേർക്കറിയാം? സകല സത്യത്തിൽ പലപ്പോഴും നമ്മൾ ആ വാക്ക് കേൾക്കത്തില്ല. അതൊരു തവണയൊക്കെ നമ്മളോട് മോളെ വേണ്ട, തെറ്റാണ്, വേണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥിക്ക്, എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല അഡ്വൈസ് ചെയ്യും. നമ്മൾ അത് കേൾക്കത്തില്ല. നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ ബുദ്ധിയിലേക്ക് വന്ന് അത് ചെയ്യും, അങ്ങനെ ചെയ്യും. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേദനകൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ വഴി എന്നും ഒരു പെർഫെക്റ്റായിട്ടുള്ള വഴിയല്ല. കല്ലും താഴ്വഴി കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ അനുഭവമുണ്ട്. കല്ലും മുള്ളും പറക്കാലയൊക്കെ പിടിച്ച അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് വരും. എന്നിരുന്നാലും ഹല്ലേലൂയ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആ നല്ലൊരു ഇടയന്, ആ നല്ലൊരു സാന്നിധ്യം. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ദാവീദ്. എല്ലാവരും ഷൗലിൻ്റെ കാര്യമൊക്കെ പറയുമെങ്കിൽ എനിക്കൊത്തിരി, എൻ്റെ ജീവിതമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. കിളവിയും കളവനും ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് എന്തിനാ നല്ല ഊർജവത്തോടെ നല്ല എനർജിക് ആയിട്ടുള്ള സമയത്ത് ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയവും ജീവിതവും
കൊടുക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒരു അഗ്നിക്കര, എനിക്ക് കരം വർണ്ണിക്കാൻ പറ്റത്തില്ല. എൻ്റെ കരത്തെ പിടിച്ചിട്ട് പറഞ്ഞു, മരണം വരെയും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെ വീണു പോകാമായിരുന്നു, താണു പോകാമായിരുന്നു. പരാജയങ്ങള്, നിരാശകള്, വേദനകള്, രോഗങ്ങള്, നിന്ദകള്, അവഗണനകള്, ഒറ്റപ്പെടല്, സകലത്തിനും നന്ദി. നമ്മുടെ ഒരു പാട്ടുണ്ട്, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി, നിന്റെ സാന്നിധ്യം അറിയുവാൻ ഇടയായി. എല്ലാ കണ്ണുനീരിനും നന്ദി, നിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിനകത്ത്, സ്വസ്ഥതയ്ക്കകത്ത് പ്രവേശിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നീ ദൈവം ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? അതോ ആത്മീയ ജീവിതത്തിൽ അപ്പത്തിൻ്റെ ഭവനത്തിനകത്ത് ക്ഷാമം വന്നാൽ അവിടം വിട്ട് പച്ചിപ്പ് തേടിപ്പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവത്തിന് വേണ്ട. അവരൊക്കെ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ ചെമ്പടിപ്പി വെക്കാൻ വെച്ചേക്കുക. പക്ഷേ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുക ഒരു കേൾപ്പുള്ള ദൈവമാ, ഒരു നട്ടലുള്ള ദൈവമാ. ഹല്ലേലൂയ. നമ്മൾ ഒഴുകിപ്പോ, നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നവരാ. ഒഴുകിപ്പോകുക. മോവാബിന്റെ പച്ചിപ്പിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരുക്ക് കണ്ടില്ല. കര കവിയുന്ന യോർദാൻ പോലെ അടിയൊഴുക്കിനെ കണ്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ആദിമ പിതാക്കന്മാർ കണ്ട അപ്പത്തിൻ്റെ ആപ്പിളിൻ്റെ ഭംഗി, ആ ഫലത്തിൻ്റെ ഭംഗി മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തുള്ള തിന്മയെ കാണാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരാജിതരായി നിന്റെ ലൈഫ് പോയിട്ടുണ്ടെങ്കിൽ, പിന്മാറ്റത്തിൽ നിന്റെ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ, എവിടെയോ നിന്റെ ആത്മീയ കാഴ്ചപ്പാട് മങ്ങിപ്പോയി. പക്ഷെ ദൈവം പറയുന്നു, മടങ്ങി വരുക. മനസ്സുണ്ടോ? ഹല്ലേലൂയ. മടങ്ങി വരുവാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ മുടിയനായി പുത്രൻ മടങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആ ചേർത്ത അപ്പനെ പോലെ ചേർപ്പാൻ മനസ്സുള്ളൊരു ദൈവമാണ്. നീ എന്നെ വിട്ടിട്ട് പോയോ പരാതികളോ പരിധീനങ്ങളോ ഒന്നും പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവമേ, ഞാൻ ഒന്നുമില്ലപ്പാ, ഞാൻ ഏതുമില്ലപ്പാ, ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നുള്ളൊരു മനസ്സ്. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ജീവിതത്തിൽ ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മളെ തന്നെ സർവീസ് ചെയ്യുവാൻ, സ്വയം പരിശോധന ചെയ്യുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ നല്ലൊരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരും. അനേകർക്ക് സൗരഭ്യമാകുന്ന പോലെ, അനേകർക്ക് പ്രയോജനപ്പെടുന്നത് പോലെ. ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പ്രതികൂല പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കത്തില്ല. ഒന്ന് കരയാൻ, അപ്പ എന്ന് വിളിക്കാൻ നമുക്കൊരു ജഡത്തിൽ വേദന ഉള്ളൂ. നമ്മുടെ തമ്പുരാൻ പോലും കഴിയുമെങ്കിൽ ഈ പാനാപാത്രം, ഹല്ലേലൂയ, എങ്കിൽ നിന്ന് എടുക്കണമേ നിലവിളിച്ച് ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉള്ള നല്ലതാ. എങ്കിലും ഒരു മഹത്വം വെളിപ്പെടത്തുള്ളൂ, ഒരു മഹത്വം വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പത്തിന്റെ ഭവനത്തിനകത്ത് ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സഭയാവുന്ന ഏലോഹിമിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് എന്തേലും കയ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ വിട്ടുപോകുകയല്ല. കരം കൊടുത്തൊന്ന് പറഞ്ഞ് വിട്ടുപോകുകയല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ നട്ടതാ. മുട്ടുമടക്കി നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ കാണാത്ത ചില നന്മകള്, നീ അറിയാത്ത ചിലത് നിനക്ക് വേണ്ടി അവൻ ഒരുക്കും. ഹല്ലേലൂയ. അഠന രഗത് കമന ബശാന്തനാദിയ ഉഠന രബത് കമന ബലബലബലബ. ഹല്ലേലൂയ. അച്ഛനേരിയ നല്ല ഹൃദയനുറുക്കം. എൻ്റെ ലൈഫിൽ ഞാനൊന്ന് സങ്കടപ്പെടുന്ന എൻ്റെ അപ്പന് ഇഷ്ടം. എൻ്റെ ലൈഫിൽ എനിക്കുള്ള ബാംഗ്ലൂരിലെ പേരാണ് ഫാസ്റ്റിംഗ് ഗേൾ.
എന്നെ എപ്പോഴും ഓർക്കുക. ഇപ്പം ലൈവിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ പറയും, എന്നെ വിളിക്കുന്ന പേരാ, എൻ്റെ പേര് വിളിക്കുന്നത് പെന്തിക്കോസും ഫാസ്റ്റിംഗ് ഗേളും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒറ്റപ്പെടൽ ജീവിതത്തിൽ ആർക്കുമില്ലാത്തൊരു ദർശനം, ആർക്കുമില്ലാത്തൊരു വിഷൻ, ആർക്കുമില്ലാത്തൊരു ആത്മബല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം അതുപോലെ വേർതിരിച്ച് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമല്ല നമുക്ക് വേണ്ടേ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം. ഹല്ലേലൂയ. നമ്മളൊരു വ്യത്യസ്തരായി, ജാതികളുടെ ഇടകലരാത്ത ഒരു നല്ല കൂട്ടമായി, നിത്യതയുടെ അവകാശികളായി. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ സഭയും, ഞാനും എൻ്റെ സഭയും കുടുംബങ്ങളും ആയിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ തമ്പുരാൻ വലിയവ ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെ അറ എപ്പോഴും നമ്മളിങ്ങനെ ഒതുക്കി വെക്കുന്നത് കൊണ്ടാണ്. ഹൃദയമാകുന്ന അറയെ ഒന്ന് നമ്മൾ ശുദ്ധീകരിച്ച്, ഹല്ലേലൂയ, അവനും നീയുമായി, ഹല്ലേലൂയ, ഒരു ആത്മീയ ബന്ധം. ഒലിവുമരം കാട്ടൊലിവ് നാട്ടൊലിവായിട്ട് ബഡ്ഡിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ബഡ്ഡിങ് കറക്റ്റ് ആണെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ മാധുര്യമായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാധുര്യമായി നമ്മൾ പെട്ടെന്ന് പറയുന്നു, ഹല്ലേലൂയ, മാധുര്യമൊക്കെ പോയി, എന്നെ കയ്പെന്ന് വിളിച്ചോളാം. ഹല്ലേലൂയ. ഇന്ന് കയ്പ് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിലാ, ക്രിസ്തുവാകുന്ന ആ മാധുര്യം, കർത്താവിൻ്റെ മാധുര്യമേറിയ വചനം. ഇപ്പം നമ്മളിപ്പോൾ ഒരു വചനം കേട്ടു, ഇപ്പോൾ ഒരെണ്ണം കേൾക്കുന്നു, ഇനി അടുത്തത് കേൾക്കുന്നു. ആ മാധുര്യമാകുന്ന വചനം അത് ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസ പലകമേ കർത്താവിൻ്റെ കേൾക്കുന്ന വചനമൊക്കെ ഒട്ടിച്ചങ്ങോട്ട് വെക്കണം. അപ്പോൾ ഒഴുകിപ്പോകുന്ന സംഭവങ്ങൾ ഇങ്ങനെ വരും. ഹല്ലേലൂയ. ആ വചനം കരുതിയിട്ട് ഒറ്റ വെട്ടം കൊടുക്കണം. ഒഴുക്കിന് ഇപ്പം നമ്മുടെ ദൈവം പറയുന്നത് പഴുന്തിനെ പോലെ. എന്താ പഴുന്തിൻ്റെ പ്രത്യേകത എന്നറിയോ? അത് കൂട് കൂട്ടുന്ന മുള്ളുകൾക്കിടം, പാറയുടെ ഇടയിൽ മുള്ളുകൾക്കിടയില അത് കൂട് കൂട്ടുന്നത്. അത് ഉയർന്ന് പൊങ്ങുന്ന സമയത്ത് പോലും വേറെ പക്ഷികളൊക്കെ വന്ന് അതിൻ്റെ ലക്ഷ്യം തെറ്റും. പക്ഷെ അത് ഓരോ സമയത്ത് ഉയർന്നു പോകുമ്പം ഈ പരുന്തിനറിയാം എൻ്റെ ലക്ഷ്യം തെറ്റിക്കുന്ന ഏത് പക്ഷികൾ ഏത് വന്നാലും കുറച്ച് സമയത്തേ അവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറന്നുയരും. ഹല്ലേലൂയ. പറന്ന് 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 പറന്ന്, ഹല്ലേലൂയ. ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ. കഴുകൻ പറക്കുന്നതാണ് എന്ത് രസമാ! ഓ, അതുപോലെ. പക്ഷെ അത് രസമാണെങ്കിൽ ഒരുപാട് വേദനകൾക്കിടയിലാണ് അതിൻ്റെ പറക്കം. അതുപോലെയാണ് ഒരു ആത്മീയ ജീവിതം. കഴുകനെ പോലെ ഇവിടുന്ന് പറന്നുയരണം. നമ്മൾ പാട്ടൊക്കെ പാടും, പക്ഷേ ആ കഴുകൻ അനുഭവിച്ച വേദനയാണ് ഒരു ദൈവ പൈതലിന്. ആ വേദനയെ ഓവർകം ചെയ്യുവാൻ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് നല്ല വചനം! അത് പിന്നെ കുറേ അങ്ങോട്ട് കിടക്കുക, ഒന്നിനും പറ്റത്തില്ല. അതുപോലെ ദൈവമേ, സകലതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു അഭിഷേകം, ഒരു അധികാരം എനിക്ക് വേണം. ഹല്ലേലൂയ. ഉഠന റബ കമനബ ശബ്ദനാദിയ രഗനാദിയ റബ കമനബലബ വൈഡമനക ശബ്ദനാദിയ. സകലതിനെ ഓവർകം ചെയ്ത സകലർക്കൊരു മാധുര്യമായി. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയോ? ദൈവം നമ്മളൊരു സാക്ഷി കേൾക്കുമ്പം നമ്മൾ ബ്രോഷർ ഇറക്കി നമ്മുടെ ബുധനാഴ്ച ദിവസമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ വെയിലും മഴയും ഒന്നും വെക്കാതെ, ദൈവമേ അങ്ങനെയുള്ളവർക്ക് നന്ദി. ദൈവം ബലപ്പെടുത്തിട്ടവരെ, നമ്മുടെ സഭയുടെ ഒരു മുതൽക്കൂട്ട് അവർ. ഹല്ലേലൂയ. അവരതൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു സാക്ഷി ഉളവാക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ഓരോ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മൾ അനേകർക്ക് പ്രയോജനപ്പെടണം. കൽപാത്രങ്ങളെ ദൈവം നിറച്ചു. ഹല്ലേലൂയ. ഒഴിഞ്ഞതിനെ നിറച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ നിറയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ പിമ്പ് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയണമെങ്കിൽ ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ. വിസ വന്നില്ലേലും ആ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. രോഗസൗഖ്യം വന്നില്ലേ ആ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. കടബാധ്യത മാറിയില്ലേലും അതിന് തക്ക സമയത്ത് ദൈവത്തിൻ്റെ തക്ക സമയമുണ്ട്.
നമ്മൾ നനച്ചിരിക്കാത്ത തക്ക സമയം. ഹല്ലേലൂയ. ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. ലണ്ടനിലെ ഒരു സഭയിൽ ഇതുപോലെ ലക്ഷോപരി ലക്ഷങ്ങൾ ജനം ആരാധിച്ച് നിൽക്കുമ്പോൾ ദേവദാസൻ വന്ന് പറഞ്ഞു, എല്ലാവരും സ്വോത്രയാഗം അർപ്പിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് കാണിക്കകത്ത് മഞ്ചിലിടുമ്പോൾ ഒരു യൗവനക്കാരൻ വന്നിട്ട് ആ കാണിക്കയുടെ അവിടെ സമർപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആഫ്രിക്കൻ ഐക്യനാടുകളെ കീഴ്മേ മറിക്കുന്ന ഒരു അഭിഷക്തനായി ഡേവിഡ് ലിവിങ്സ്റ്റണിനെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാനും നീയും അങ്ങനെ ഒരു യാഗമായി സമർപ്പിക്കുവാൻ തയ്യാറാണോ? നിന്റെ ശാപത്തിനകത്ത് മുട്ടുമടക്കി അപ്പാ ഞാൻ എന്നെ യാഗമായി സമർപ്പിക്കുന്നു. നിന്റെ സമർപ്പണനകത്ത് പ്രവർത്തിപ്പാൻ ഒരു കെൽപ്പുള്ള നട്ടലുള്ളൊരു ദൈവമാ. ഹല്ലേലൂയ. കരം കൊടുത്തെന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവത്തിന് നട്ടലുണ്ട്. ഹല്ലേലൂയ. നട്ടലുള്ളൊരു ദൈവത്തെയാ അല്ലേ, ഒരിടത്ത് കൊണ്ട് പിടിച്ചിരുത്തുന്നതല്ല. നമ്മൾ വിളിക്കുന്ന എവിടെയാണേലും മുഴങ്കാൽ മടക്കിയ അവിടെ വന്ന്, ഹല്ലേലൂയ, നീ എങ്ങും തേടി പോകണ്ട. നിന്റെ ഹൃദയത്തിന്റെ അറയൊന്ന് തുറന്ന് അവനായി ഒന്ന് സമർപ്പിക്കാൻ, അവനായി ഒരിടം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ വന്ന് പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ ദൈവം നമ്മളെ ഉറപ്പിക്കട്ടെ, ബലപ്പെടട്ടെ. മാധുര്യമാകുന്നവരായി കയ്പിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്നെ ഒരു പരമയാഗമായി നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നല്ല നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങും. അനേകരെ ഒരുക്കാൻ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരും. അതിനൊരു മുഖാന്തരമാകും. ഒരു സമർപ്പണ ഹൃദയം. ഭൂമിയിലെ താൽക്കാലിക ചില വേദനകളെ നോക്കി അതിനൊക്കെ ഗുഡ് ബൈ പറ. നിന്റെ ദുഃഖം സന്തോഷമാകും. ദൈവത്തിൻ്റെ വചനത്തെ സന്തോഷിക്കുമ്പോൾ വാക്കൊക്കെ അങ്ങ് പോകും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് വന്നാൽ പിശാചിനറിയാം ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീക്ക് പോയിന്റ് അവനറിയാം. അതനുസരിച്ച് നമ്മളെ പുറകോട്ട് വലിക്കും. അത് വെച്ചിട്ട് പറയും, ഇത്രയും നാളും ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി, സഭയുടെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്നു, എന്നിട്ടും എനിക്ക് എന്താ ഭൗതികത്തിൽ ഒരു വിടുതലില്ലാത്ത, എൻ്റെ ശരീരത്തിന്മേൽ എന്താ വിടുതലില്ലാത്ത? അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ നമ്മൾ ഒതുക്കണം. എൻ്റെ വിലാപത്തെ നൃത്തമാക്കി. എന്ന് നോക്കിയേ, വിലാപത്തെ താഴോട്ടിട്ടിട്ട് അതിനെ മണ്ടക്കോട്ട് നിന്ന് നൃത്തം ചെയ്യുന്നേ. ഒന്ന് ആത്മാവിലൊന്ന് നോക്കിയേ. നമ്മുടെ ഏത് വിഷയമാണ് അതിനെ അങ്ങോട്ട് താഴോട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് നൃത്തം ചെയ്യണം. വിലാപത്തെ നൃത്തമാക്കി ഇരട്ടയിച്ച് അതിനെ സന്തോഷം ഉടിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം അങ്ങനെ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഒരു പരമയാഗമായി നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുങ്ങും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.